അല്ല, ഞാൻ ചാനൽ ചർച്ചയിൽ കോയ രാഹുൽ എന്ന് പറഞ്ഞ അധിക്ഷേപിച്ചു. എന്താ എനിക്ക് മനസ്സിലായില്ല. ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അല്ല, ഞാൻ ചാനൽ ചർച്ചയിൽ കോയ രാഹുൽ എന്ന് പറഞ്ഞ അധിക്ഷേപിച്ചു. എന്താ എനിക്ക് മനസ്സിലായില്ല. താങ്കൾ വേറെന്തോ ആലോചിച്ചിരുന്നു, കേട്ടതിന്റെ പ്രശ്നമാണ്. ബാലബുദ്ധി എന്ന് വിളിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അല്ല, ഞാൻ എന്തോ ചാനൽ ചർച്ചയിൽ എന്തോ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞില്ല. അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങിയത്? ഇല്ലെന്ന് താങ്കൾ വേറെന്തോ കേൾക്കുകയാണ്. താങ്കൾ വേറെന്തോ ഞാൻ പറയാത്തത് കേൾക്കുകയാണ്. വിട്ടേക്കോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. താങ്കൾ വേറെന്തോ ആലോചിച്ചിരുന്നു കേട്ടാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, എന്റെ ചോദ്യം ഇത്രത്തോളമായിട്ടും പ്രശ്നം എന്താ അറിയോ? കോനേ രാഹുൽ, ശ്രീ യുവരാജ് ഗോകുൽ, കോനേ രാഹുൽ എന്ന് ഒരു മിനിറ്റ് താങ്കൾ കേട്ടോ, ഞാൻ തിരുത്തിക്കോട്ടെ. താങ്കൾ പറഞ്ഞ വാക്ക് അത്ര നല്ല നിഷ്കളങ്കമായ വാക്കല്ലോ. കോനേ രാഹുൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചാനൽ അഭിമുഖത്തിൽ ഇരുന്ന് പരിഹസിച്ചതിന് തൊട്ടു പിന്നാലെ രാഹുൽ ആരെന്ന് ബോധ്യപ്പെടുന്നില്ല എന്നായിരുന്നു ചോദ്യം. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഹാഷ്മി, 1977 ഈ നമ്മുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 155 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. അന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും പറഞ്ഞു, ഇന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്, കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിച്ചു, കോൺഗ്രസ് കനത്ത പരാജയം നേരിട്ടു, കോൺഗ്രസിനെ തൂത്തെറിഞ്ഞു ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നിന്ന് 99 സീറ്റ് 543 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ കോൺഗ്രസ് കരുത്ത് കാട്ടി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് യാതൊരു കരുത്തും ഇനി ഇവിടെ കാട്ടാനുമില്ല. കാട്ടാവുന്നതിന്റെ മാക്സിമം ഒക്കെ അവർ കാട്ടിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, താങ്കൾ ഇവിടെ ഫാക്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ വിഷയത്തിലും മറുപടി പറയും കേട്ടോ. ഒരു വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രിട്ടാസ് പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെടെ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഒന്ന്, ഫാക്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കുറെ ഫാക്ട് പറഞ്ഞായിരുന്നു. ഒന്ന്, അഗ്നിവീറിന് അവർ ഷഹീദായി കഴിഞ്ഞാൽ, അവർ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ ലഭിക്കില്ല, ഗവൺമെന്റ് അവരെ ഷഹീദായി കണക്കാക്കുന്നില്ല എന്ന്. ഇന്ന് അതേ അഗ്നിവീറിന്റെ ഫാമിലി തന്നെ വന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന്. ബ്രിട്ടാസ് ഇവിടെ ഇരുന്നു കൊണ്ട് ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപാർലമെന്ററി ആണെന്ന് പറഞ്ഞല്ലോ. ബ്രിട്ടാസെ, നിങ്ങളുടെ മുന്നണിയുടെ നേതാവ് പാർലമെന്റിൽ ഇരുന്ന് പറഞ്ഞ ജൂട്ടാണ് ഇന്ന് ആ അഗ്നിവീറിന്റെ ഷഹീദായ ഫാമിലി വന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടായത്. അത് താങ്കൾക്ക് അൺപാർലമെന്ററി ആയിട്ട് തോന്നും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും ദുർബലനും നുണയനുമായ ഒരു നേതാവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് അൺപാർലമെന്ററി ആയിട്ട് തോന്നുന്നത്.